السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അറഫ ദിവസമാകുന്ന ഇന്നത്തെ ദിവസത്തിൻ്റെ പവിത്രത നാം പലപ്പോഴായി മനസ്സിലാക്കിയതാണ്. അതുപോലെ വരാനിരിക്കുന്ന ബലിപെരുന്നാൾ ദിവസവും തുടർന്ന് വരുന്ന അയ്യാം തശ്രീഖിൻ്റെ ദിവസങ്ങൾ, ഇതെല്ലാം വളരെയധികം പവിത്രതയുള്ളതും വളരെയധികം ബഹുമാനമുള്ളതും ഇബാദത്തുകൾക്ക് വലിയ സ്വീകാര്യതയുള്ളതും തെറ്റുകുറ്റങ്ങൾക്ക് വലിയ ശിക്ഷ ലഭിക്കപ്പെടുന്ന ദിവസങ്ങളായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ മഹത്തായ ദിവസങ്ങളിൽ ധാരാളം അള്ളാഹു തആലാക്ക് തക്ബീറും തസ്ബീഹും തഹ്ലീലും അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥന നടത്തുകയൊക്കെയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. ബലിപെരുന്നാൾ ദിവസം, അതുപോലെ തന്നെ ചെറുപെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിച്ചതു മുതൽ ഇമാമ് നിസ്കാരത്തിന് വേണ്ടി തക്ബീർ ചൊല്ലുന്നത് വരെ എല്ലാ സമയത്തും വീടുകളിലും വഴികളിലും പള്ളികളിലും അങ്ങാടികളിലൊക്കെ തക്ബീർ ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അതിന് മുർസലായ തക്ബീർ എന്ന് പറയപ്പെടും. എന്നാൽ അറഫ ദിവസം സുബ്ഹി മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസം അസർ വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഫർളോ സുന്നത്തോ ആയ ജനാസ നിസ്കാരത്തിന് ശേഷം, അതുപോലെ തന്നെ ഖളാ ആയി നിസ്കരിക്കപ്പെടുന്ന നിസ്കാരമാണെങ്കിലും അദാ ആയി നിസ്കരിക്കപ്പെടുന്ന നിസ്കാരമാണെങ്കിലും തുടങ്ങിയിട്ടുള്ള എല്ലാ നിസ്കാര ശേഷവും പ്രത്യേകം തക്ബീർ ചൊല്ലൽ സുന്നത്തുള്ളതായി വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അപ്രകാരം ചൊല്ലിയതായി ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും അറഫ ദിവസം സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ മഹാന്മാരാകുന്ന സ്വഹാബത്തിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് തക്ബീർ ചൊല്ലിയതായി ഇമാം ദാറുഖുത്നി റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ആ തക്ബീർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയ്യാമു തശ്രീഖിൻ്റെ അസർ വരെ ചൊല്ലിയതായി ഹദീസിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അറഫ ദിവസം സുബ്ഹി മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസം അസർ വരെ എല്ലാ നിസ്കാര ശേഷവും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് തക്ബീർ ചൊല്ലിയതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയപ്പെട്ടതുപോലെ ഫർളോ സുന്നത്തോ ആയ എല്ലാ നിസ്കാര ശേഷവും ഈ തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എവിടെ വെച്ച് നിസ്കാരം നിർവഹിക്കപ്പെടുകയാണ് എങ്കിലും എല്ലാ സമയത്തും ഈ പറയപ്പെട്ടതുപോലെ എല്ലാ നിസ്കാര ശേഷവും തക്ബീർ ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ളതായി വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിസ്കാരങ്ങൾ നിർവഹിച്ച ഉടനെ മറ്റു ദിക്റുകളിലേക്ക് ഔറാദുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി കൊണ്ടാണ് ഈ പറയപ്പെട്ട മുഖയ്യദായ തക്ബീർ നാം ചൊല്ലേണ്ടത്. ഇനി ഒരാൾ മറന്നുകൊണ്ടോ അതല്ലെങ്കിൽ മനഃപൂർവ്വമോ സലാം വീട്ടി ദിക്റുകളും ഔറാദുകളുമെല്ലാം അദ്ദേഹം ചൊല്ലി എന്നിട്ടാണ് തക്ബീർ ചൊല്ലുന്നതെങ്കിലും വിരോധമില്ല, പറയപ്പെട്ട സുന്നത്ത് അവർക്ക് ലഭിക്കും. എങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഹദീസുകൾ വന്നതനുസരിച്ച് സലാം വീട്ടിയ ഉടനെയാണ് ഈ പറയപ്പെട്ട തക്ബീറുകൾ നാം ചൊല്ലേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ദിവസങ്ങളിൽ ധാരാളം തക്ബീറുകൾ ചൊല്ലി, അള്ളാഹുവിൻ്റെ തഹ്മീദ് ചൊല്ലി, തസ്ബീഹുകൾ ചൊല്ലി, റബ്ബിൻ്റെ മഹത്വം അങ്ങേയറ്റം വാഴ്ത്തി ധാരാളം പ്രാർത്ഥനകൾ നിരതരാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പ്രത്യേകിച്ച് അറഫ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ധാരാളം റബ്ബിൻ്റെ മുമ്പിൽ ഒരു കരങ്ങൾ ഉയർത്തി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാനുള്ള വിശാലമായ മനസ്സും ഇഖ്ലാസും തൗഫീഖും നമുക്കൊക്കെ അല്ലാഹു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.